അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 11-ാം രാവിലെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളെ 12-ാം രാവാണ്. മുത്ത ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവ്. അള്ളാഹുവെ, നാളത്തെ മജ്ലിസ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ധന്യമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്കിനി ഖൈറുകൾ ധാരാളം ചെയ്യാൻ, നിന്റെ പൊരുത്തം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഞങ്ങൾക്കുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നീ തീർത്തു തരണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. അവർക്കുള്ള വിഷമങ്ങളൊക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേ, സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പലരും കമന്റിലൂടെ മെസ്സേജിലൂടെ ഒക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ വായിച്ചു. റബ്ബേ, എല്ലാം എന്ത് കാര്യമാണ് പറഞ്ഞത് അല്ലാഹ് നിനക്കറിയാം. നീ അത് റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പലർക്കും പല സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു കൊടുക്കുക. ഈ സദസ്സ് കൊണ്ട് എല്ലാവർക്കും വലിയ നേട്ടവും ഖൈറും വിജയവും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ പടച്ചോനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. മനസ്സറിഞ്ഞ് അവസാനം വരെ എല്ലാവരും അറിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ ഫാത്തിഹ സ്വീകരിക്കണേ റബ്ബേ. അതിന്റെ സവാബിന്റെ മിസ്ൽ ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ. ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഹബീബായ തങ്ങളുടെ മദ്ഹുകൾ അടങ്ങിയതായ മങ്കൂസ് മൗലീദ്, ആ മങ്കൂസ് മൗലീദിന്റെ 2-ാമത്തെ ഹദീസ് പാരായണം ചെയ്യാം. അല്ലാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في العرب، وذلك في ليلة الجمعة من شهر رجب. أمر رضوان عليه السلام وفتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر صلى الله عليه وسلم في بطن آمنة رضي الله عنها قد استقر. ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنهما اهتز العرش طربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا. فأصبحت آمنة رضي الله عنها تلك الليلة والأنوار تلوح في جبهته المؤتمنة وآمنت به من المخاوف الكامنة وظهرت الانتقال نور الآيات وتباشرت به جميع المخلوقات. ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بن المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والهنا. وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى. ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا. وأتاها في ذي الهجة موسى الكريم عليه السلام وعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى. وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في سفر. فعلمت أن موعد السرور قد قرب بدنا. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا. ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة وحان بروز شمس السعادة. تلألأ الحق نورا الله ونشرت له في الكون أعلام رضا. وإذا بطائر نبي الله قد سكت من الهوى فمر بجناهه على بطن آمنة رضي الله عنها مسرعا. فضرب المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين.
സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ولد الحبيب سيد المتعبد والنور من وجناته يتوقد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. جبريل نادى في منصة حسنه هذا مليء الكون هذا أحمد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا كهيل الطرف هذا المصطفى هذا جزيل الوصف هذا السيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. صلى عليك الله يا علم الهدى معناها طير في الوصول يورد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. മഹത്തായ മൗലീദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ, സങ്കടങ്ങൾ തീർത്തു തരണേ, രോഗങ്ങൾ ശിഫയാക്കി തരണേ, മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരായി ഇന്ന് തിങ്കളാഴ്ച രാവാണ്, വലിയ മഹത്വമുള്ള രാവാണ്. റബീഉൽ അവ്വലിലെ 12 തിങ്കളാഴ്ചയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് കബൂലിയത്ത് നൽകണേ. റസൂലുള്ളാഹിന്റെ മേലെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിങ്കളാഴ്ചയുടെ മനോഹരമായ റബീഉൽ അവ്വലിന്റെ ഈ രാവിലെ നമുക്കിനി 11 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം. വലിയ മഹത്തമാണ്. റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു ഇപ്പോൾ തന്നെ നമ്മളെ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പടച്ചോനെ 11 തവണ സ്വലാത്തുൽ ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി സ്വീകരിക്കണേ. പൊന്നാര ഹബീബിന്റെ ഹദറത്തിലേക്ക് ഇപ്പോൾ തന്നെ അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ. റസൂലുള്ളാഹിക്ക് ഞങ്ങളെ കാണിച്ചു കൊടുക്കണേ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ അല്ലാഹ്. എല്ലാ ഖൈറിന്റെയും വാതിലുകൾ തുറന്നു തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സ്വലാത്തുൽ ഇബ്രാഹിമിയ വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ്. 5 തവണ നമുക്ക് ചൊല്ലാം. തിങ്കളാഴ്ച രാവാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഖൈർ നൽകണേ അല്ലാഹ്. മഹത്തായ ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളും വേദനകളും ശിഫയാക്കി തരണേ. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. വീട് വെക്കാനുള്ള വഴി തുറന്നു തരണേ അല്ലാഹുവേ. എന്തൊരു സങ്കടമാണോ മനസ്സിനെ അലട്ടുന്നത്, അതിനൊരു പരിഹാരം കാണിച്ചു തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ.
അത് ചൊല്ലിയിട്ട് അന്ന് പ്രഭാതത്തിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടാൽ അവന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ അബൂ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞങ്ങളെ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ മദ്ഹടങ്ങിയ റസൂലുള്ളാഹിന് ഗുണം പറയുന്നതായ രണ്ടായത്ത്, സൂറത്ത് തൗബയിൽ അവസാനത്തെ രണ്ടായത്ത്, വലിയ മഹത്വമുള്ള മഹാന്മാരൊക്കെ വലിയ മഹത്വം പറഞ്ഞതായ രണ്ട് ആയത്തുകൾ നമുക്ക് 7 തവണ പാരായണം ചെയ്യാം. 7 തവണ പാരായണം ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. പടച്ചോനെ, ഈ മഹത്തായ രണ്ടായത്തുകൾ 7 തവണ ഞങ്ങൾ ഓതി അതിൻ്റെ എല്ലാ മഹത്വങ്ങളും ബറക്കത്തും ഫലങ്ങളും ഞങ്ങൾക്ക് ഇനി പൂർണ്ണമാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാ. ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. 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 പ്രിയപ്പെട്ടവരെ, നല്ലൊരു രാവാണ് തിങ്കളാഴ്ച രാവ്. റബീഉൽ അവ്വലിലെ
12 തിങ്കളാഴ്ച രാവ് എല്ലാ മാർക്കാട്ടാമയും പറയാം. നമ്മുടെ വിഷമങ്ങൾ എല്ലാം അല്ലാഹു തആല തീർത്ത് തരട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. നാദാ, ഞങ്ങൾ ഓതിയത് ചൊല്ലിയതെല്ലാം സ്വീകരിക്കണേ. പൊന്നാര ഹബീബ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. അവിടത്തേക്ക് വസീലത്തും ഫളീലത്തും നൽകണേ അല്ലാ. അവിടുത്തെ കാണാൻ ഒരുപാട് തവണ അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ, നാളെ മഹ്ശറിൽ അവിടുത്തെ ശഫാഅത്തുൽ ഉളുമയിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് ഏവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നാദാ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയത്തിലും റാഹത്തിലുമാക്കി തരണേ റബ്ബേ. മഹാന്മാരായ ബദരീങ്ങളുടെ അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാരുടെ അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അവരുടെയൊക്കെ ദറജ ഉയർത്തണേ. ബഹുമാനപ്പെട്ട ഖിദ്ർ നബിയിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ദറജ ഉയർത്തണേ. അവിടുത്തെ കാണാൻ, അവിടുത്തെ ഒന്ന് മുസാഫത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്കിനി പരിഹാരം കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകള്, ഞങ്ങളുടെ കുറ്റങ്ങള്, വീഴ്ചകള്, പോരായ്മകളൊക്കെ നിന്റെ മഹളായ ഫള് കൊണ്ട്, വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മാപ്പാക്കണേ അല്ലാ. ഹൃദയത്തെ ഇൽമു കൊണ്ടും ഈമാന് കൊണ്ടും നീ മനോഹരമാക്കി തരണേ അല്ലാ. പടച്ചോനെ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ ചെയ്യണേ, വലിയ സങ്കടത്തിലാണെന്ന് പറഞ്ഞത്, ആ കാലിനെ റാഹത്താക്കി കൊടുക്കണേ. ആ സങ്കടം അവർക്ക് തീർത്തു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങൾ പലരും പല വിധത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഹലാലായ മുറാദ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാം പെട്ടെന്ന് ഹാസിലാക്കി തരണേ പടച്ചോനെ. അല്ലാഹുവേ, രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പല ജാതി രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് ശിഫയാക്കണേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ടവരിൽ ഞങ്ങളുടെ അയൽവാസികളിലൊക്കെ രോഗികളുണ്ട്. റബ്ബേ, അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉലമാക്കളുടെ രോഗം ശിഫയാക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കണേ. എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. വിജയം നൽകണേ അല്ലാ. പരാജിതരിൽ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും ഉൾപ്പെടുത്തല്ല അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളോട് ബന്ധപ്പെട്ടവരുണ്ട് റബ്ബേ, അവരുടെ ജോലിയിൽ നീ റാഹത്തും ബറക്കത്തും നൽകണേ. എല്ലാ യുദ്ധക്കെടുതി പോലെയുള്ള പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാം അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ അർവാഹിലേക്ക് നിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. അത് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് നാദാ, അവിടെ കാരടി മണ്ണിലാണ്. അവർക്ക് പുറത്തു കൊടുക്കണേ. അവർക്ക് അവർ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ സവാബ് അവിടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചോനെ, അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നൽകണേ. നരകം ഹറാമാക്കണേ. അർശിന്റെ തണല് നൽകണേ അല്ലാ. ആഖിറം വിജയിക്കുന്നവരിൽ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.